ഹായ് കൂട്ടുകാരെ, എല്ലാവരും നബിദിന ആഘോഷ പരിപാടികളെല്ലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നലെ വൈകുന്നേരം റാലി ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അത് കാണാൻ പോയി തിരിച്ചു വരുമ്പോൾ നമുക്കൊരു തോന്നല് അൽഫാം ഉണ്ടാക്കണം, പൊറാട്ട ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്ന ഞങ്ങൾ 3 അയൽവാസികളും കൂടി ചേർന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ ആണ് കേട്ടോ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ 3 പുരയിലേക്ക് ഓരോ കോഴി വിധമാണ് വാങ്ങിയത്. പിന്നെ മസാലക്കുള്ള ഐറ്റംസ് ആണ് തൈര്, മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, മുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഈ സംഭവങ്ങളെല്ലാം ആണ് കേട്ടോ. പിന്നെ നമ്മൾ പാക്കറ്റ് പൊറോട്ട ആണ് വാങ്ങിയത്, വേഗം ചെയ്യാൻ വേണ്ടിയിട്ട്. ചൂടാനുള്ള ഒരു സ്പേസ് ഇല്ലല്ലോ, 6 മണിക്കല്ലേ ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്താക്കി, വേഗം പാക്കറ്റ് പൊറോട്ട ഇങ്ങ് വാങ്ങി. പിന്നെ ഞങ്ങൾ മസാലക്ക് നമ്മളെ ഫാത്തിമത്തെ മസാലക്കുള്ള മല്ലിച്ചപ്പ്, കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം പേസ്റ്റ് ചെയ്യുന്ന പുതിന ചപ്പ് എല്ലാം പേസ്റ്റ് ചെയ്ത് അപ്പത്തിന് ഞങ്ങൾ കോഴി ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെച്ചത് എല്ലാം ഏകദേശം വെന്തിരുന്നു. അപ്പോൾ ഞങ്ങളത് ഊറ്റിയെടുത്തു. അപ്പം നമ്മുടെ ഫാത്തിമത്തെ മസാല അടിച്ച് വെച്ചതിലേക്ക് തൈര്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം നമ്മളെ മനിക്കാണ് മസാല എല്ലാം സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഓരോ പൗഡറായിട്ട് ഇട്ടിട്ട് നല്ലോണം, പിന്നെ മുളകും പൊടി ഇടുന്നുണ്ട്, പിന്നെ ഉപ്പ്, പിന്നെ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ മസാല നല്ലോണം എല്ലാ സൈഡുമായി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. തൈര് ഒഴിക്കുന്നുണ്ട്, ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് തൈര് ഒഴിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ തന്നെ പച്ചത്തൈര് നല്ല കട്ടിയുള്ള തൈരാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് സമയത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് ഞങ്ങൾ അതിലേക്ക് തന്നെ ആഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. മിക്സിങ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ എന്താക്കുമെന്ന് വെച്ചാൽ ചിക്കൻ പീസെല്ലാം എടുത്ത് നല്ലോണം ഒന്ന് വരിഞ്ഞ് എല്ലാ സൈഡ്സും ഒന്ന് വരിഞ്ഞ് കൊടുക്കുക, മസാല അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലോണം ഇങ്ങനെ വരിഞ്ഞ് ആക്കി മൊത്തത്തിൽ മസാല ഇടാൻ വേണ്ടിയിട്ട് മൊത്തം ചിക്കനും വരിഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ. അങ്ങനെ നമ്മളെ മസാല അതിലേക്ക് ഇടുന്നുണ്ട്. നല്ലോണം മിക്സ്ഡ് ആക്കി എടുക്കണം. മസാല നല്ലോണം മിക്സ്ഡ് ആക്കി കുറച്ച് നേരം വെക്കണം. ഞങ്ങൾക്ക് നേരം കുറച്ച് കുറവായിരുന്നു, പക്ഷെ നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് വെച്ചാലേ അതിലേക്ക് മസാല നല്ലോണം പിടിക്കുള്ളൂ. അപ്പം ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ല മിക്സിങ് ചെയ്ത് ആ മസാലകളെല്ലാം നല്ലോണം ഓരോ പീസിലേക്ക് നല്ലോണം പിടിച്ചെടുക്കുന്ന പോലെ നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അലുമിനിയം ഫോയിലിക് പേപ്പറിൽ നമ്മളെ വായെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഞങ്ങളെ മേലത്തെ അമ്മായി. അപ്പം അതിൽ എന്നിട്ട് നമുക്ക് മസാല എല്ലാം ആക്കി മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതും പിന്നെ അലുമിനിയം ഫോയിലിക് ഷീറ്റ് വാങ്ങിയിട്ട് അതിലാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ മസാലയൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ വായലേൻ്റെ ഒരു സ്മെല്ലും എല്ലാം അതിലേക്ക് കിട്ടും. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്ത് ചതുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് ഇതാക്കി നമുക്ക് ഓരോ പീസായിട്ട് അതിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഫോയിലിക് പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലോണം ഫോയിലിക് പേപ്പറിൽ വെച്ച് കൊടുത്തിട്ട് നല്ലോണം വായൻ്റെ ഇലയും ഫോയിലിക് പേപ്പറിലും കൂടി വെച്ച് ഇതുപോലെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്രില്ലർമ കൊണ്ടുവെക്കുക. പിന്നെ നമ്മളെ മാനിക്ക കണലിലെല്ലാം സെറ്റാക്കുന്നുണ്ടോ ഗ്രില്ലർ. ഇതാണ് കേട്ടോ നമ്മളെ ഫാത്തിമത്താൻ്റെ ഗ്രില്ലർ. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പം മാനിക്ക നമുക്ക് കണൽ കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് സെറ്റാക്കുന്ന. പിന്നെ നമ്മൾ അതെല്ലാം സെറ്റായതിന് ശേഷം നമ്മൾ ഗ്രില്ലിങ്ങിന് വെച്ചു. അടിപൊളി സ്മെല്ലടിച്ച് വരുന്നുണ്ട് ഗൈസ്, നല്ല സ്മെല്ലായിരുന്നു മസാലേൻ്റെ. അതിനുശേഷം നമ്മൾ പൊറോട്ട 2 എണ്ണം വെച്ച് ചൂടാക്കി എല്ലാം സെറ്റാക്കി തന്നു. ചൂടോടെ അന്നേരം തന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പൊറോട്ട കുറച്ച് നേരം വെയിറ്റ് തന്നെ ചെയ്ത്. എന്താ വെച്ചാൽ ചിക്കൻ റെഡി ആയിട്ട് ഇത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 2 പൊറോട്ട വെച്ച് ചൂടാക്കി കേട്ടോ. നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു ഞങ്ങളെ
ഗ്രില്ലർ ചിക്കന്. അപ്പോൾ നമ്മളെ കുട്ടികൾക്കാണ് ഞങ്ങൾ ആദ്യം കൊടുത്തത്. അപ്പോൾ എല്ലാം സെറ്റായി, അൽഫാമും സെറ്റായി, പൊറാട്ടയും സെറ്റായി, നമ്മൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിന് എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് എന്തോ ഒരു കരച്ചില്ല. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ സമാധാനിപ്പിക്കുന്ന മേലത്തെ മോള്. പിന്നെ നമ്മൾ അടുത്ത സെറ്റ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഈ ഗ്രില്ലിംഗ് എല്ലാം ചെയ്ത് തരുന്നത്, മസാല സെറ്റ് ചെയ്ത് തരുന്നതെല്ലാം നമ്മളെ മാനിക്കാണ് കേട്ടോ, മുപ്പരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം നിരന്നിരിക്കുന്ന ഫുഡ് തിന്നാൻ. അപ്പോൾ ഫുഡ് ഉണ്ടാവും, ഓരോരുത്തർ തിന്ന് തീരാനായി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എനിക്ക് അന്നേരം ഓർമ്മ വന്ന് ഇത് വീഡിയോ എടുക്കാം. പിന്നെ കുറച്ച് ഗ്രേവി ബാക്കിയുണ്ടായി, അത് ഞങ്ങൾ കളയണ്ടെന്ന് വിചാരിച്ചു. അത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ നമ്മളെ ഫാത്തിം താത്ത ഉണ്ട്, മയോണൈസ് അടിക്കുന്ന അടിപൊളി മയോണൈസ് ആയിരുന്നു. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.